നിങ്ങൾക്കറിയോ ചാത്തന്മാർക്ക് അപ്രത്യക്ഷനാകാനും പ്രത്യക്ഷപ്പെടാനും പറ്റുന്നത് എങ്ങനെയാണെന്ന്? പലരും കരുതുന്നത് ഐൻസ്റ്റൈന്റെ E=mc² അനുസരിച്ച് എനർജിയായി മാറുന്നു എന്നാണ്. ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ 80 കിലോഗ്രാമുള്ള ഒരു ചാത്തൻ ഡിസപ്പിയർ ആകുമ്പോൾ 80 × 3 × 10⁸ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആവണം. അതായത് 10⁻19 ജൂൾസ് ഓഫ് എനർജി. അതായത് 1000 ആറ്റം ബോംബ് പൊട്ടിക്കുമ്പോൾ എത്രത്തോളം എനർജി ഉണ്ടാവുമോ അത്രയും എനർജി. അങ്ങനെ ഞാൻ ചെയ്യുമോ? ഞാൻ ചാത്തനാണ്, മണ്ടനല്ല. ഇനി നമ്മുടെ കറക്റ്റ് ടെക്നിക്ക് പറയാം. അതിന് മുന്നേ 2 കാര്യങ്ങൾ അറിയണം. നമ്പർ 1, എനർജിയെ ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചത് പൂർണ്ണമായും ശരിയല്ല. ക്വാണ്ടം മെക്കാനിക്സിലെ എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് ഡെൽറ്റ ഇ എമൗണ്ട് ഓഫ് എനർജി നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ അത് h/Δe ടൈം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആൻഡ് എച്ച് ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. നമ്പർ 2, ആന്റി പാർട്ടിക്കിൾ. ഓൾമോസ്റ്റ് എല്ലാ ഫണ്ടമെന്റൽ പാർട്ടിക്കിളും ഒരു ആന്റി പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പാർട്ടിക്കിളും ആന്റി പാർട്ടിക്കിളും പരസ്പരം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരില്ലാതെയാവും. അത് എനർജിയായി മാറും. ഇനി നമ്മുടെ ടെക്നിക്കിലേക്ക് വരാം. സപ്പോസ് ചാത്തന് 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലത്തിലേക്ക് ഡിസപ്പിയർ ആകണമെന്ന് കരുതുക. മെക്കാനിസം ഇതാണ്. ഓൾമോസ്റ്റ് 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ചാത്തൻ ആന്റി ചാത്തൻ പെയർ ഉണ്ടാവും. മൊമെന്റം കൺസർവേഷൻ അനുസരിച്ച് അവർ ഈക്വൽ സ്പീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ആൻഡ് അവർ മൂവ് ചെയ്യുന്ന സ്പീഡ് നമുക്ക് ഓൾമോസ്റ്റ് ലൈറ്റിന്റെ സ്പീഡിന്റെ 1/10 ആണെന്ന് കൺസിഡർ ചെയ്യാം. അതായത് 10⁻⁻⁴ സെക്കൻഡ്സ് കൊണ്ട് ആന്റി ചാത്തൻ ഒറിജിനലി ഉള്ള ചാത്തനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇല്ലാതെയാകും. ആൻഡ് കൂടെ പ്രൊഡ്യൂസ് ആയ ചാത്തൻ 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലും എത്തും. അതായത് ഇവിടെ ചാത്തനും ആന്റി ചാത്തനും അവർ മൂവ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയും അതായത് ഓൾമോസ്റ്റ് 10⁻90 ജൂൾസ് ഓഫ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. സോ അത് h/Δe ടൈമിനുള്ളിൽ ഡിസപ്പിയർ ആവണം. അതായത് 10⁻53 സെക്കൻഡ്സിനുള്ളിൽ ആ എനർജി ഡിസപ്പിയർ ആവണം. ദാറ്റ് മീൻസ് ഈ ഫുൾ പ്രോസസ് 10⁻53 സെക്കൻഡ്സിനുള്ളിൽ നടക്കണം. അത് 10⁻⁴ വളരെ വളരെ ചെറുതാണ്. ആൻഡ് ഈ ടൈമിനുള്ളിൽ ഈ എൻറ്റയർ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ 10⁻15 ആയിരിക്കണം. പക്ഷേ ഫണ്ടമെന്റൽ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മൾ ചാത്തന്റെ സൂപ്പർ പവർ കാണാൻ പോകുന്നത്. ചാത്തൻ 10⁻⁴ സെക്കൻഡ് നേരത്തേക്ക് ഈ 10 കിലോമീറ്റേഴ്സ് ഏരിയയിലെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ ലോക്കലി 10⁻50 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് വാല്യൂ ലോക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് ചാത്തൻ അപ്രത്യക്ഷനാവാനും പ്രത്യക്ഷപ്പെടാനും പറ്റും എന്നതിന്റെ പിന്നിലെ രഹസ്യം. അപ്രത്യക്ഷനായി പലയിടത്തും പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യും.